സുഹൃത്തുക്കളെ, കേരള PSCയുടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് 10-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 10-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏറെക്കുറെ കേരള സർവീസ് റൂളിനെ കുറിച്ചുള്ള 350ഓളം ക്വസ്റ്റ്യനുകൾ ഞാൻ ഇതിനകത്ത് വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതുപോലെ ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിൻ്റെ മലയാള വിവരണം വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറെക്കുറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഒരുപാട് പേർക്ക്, ഏകദേശം 12,000-ൽ കൂടുതൽ പേര് ഇത് വ്യൂ ചെയ്തു. അത് അവർക്ക് ഉപകരിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലെല്ലാ സുഹൃത്തുക്കളും പുസ്തകം വാങ്ങണം. പുസ്തകം നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കണം. കാര്യം, പുസ്തകമില്ലാതെ ഒരിക്കലും കാണാതെ പഠിച്ച് KSR എഴുതാൻ കഴിയില്ല. പുസ്തകം നിർബന്ധമായും ഉണ്ടായിരിക്കണം. പുസ്തകം ജസ്റ്റ് 3-4 പ്രാവശ്യം ജസ്റ്റ് മറിച്ച് നോക്കുകയെങ്കിലും വേണം. അതിൻ്റെ ഹെഡിങ് ഓർമ്മിച്ച് വെക്കണം. അപ്പം നമുക്ക് ഏത് കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതെവിടെ കിടക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. അത് നോക്കി എഴുതുക. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ ചോദിച്ചിരിക്കുന്നു, ഇത് ഓൺലൈനിലുള്ള ക്വസ്റ്റ്യൻ ആണോ, ഓൺലൈൻ ആയിട്ട് നടത്തുന്ന എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണോ? അപ്പോൾ ഓൺലൈൻ ആയാലും അല്ലെങ്കിലും KSR എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അത് ഓൺലൈനായി നടത്തുന്നു എന്ന് മാത്രം. അതായത് പെട്ടെന്ന് നടത്തി പെട്ടെന്ന് റിസൾട്ട് തരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് എല്ലാ പാർട്ട് 1, 2, 3 പെൻഷനുണ്ട്, ജോയിനിങ് ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് വരുന്നത്. ഇത് എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ഈ 350 ഇതുകൂടി ചേർത്ത് 400 ക്വസ്റ്റ്യനുകളും പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ചില സജഷൻസുകൾ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാഷ് ലീവ് വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. ആൻസർ കാഷ്വൽ ലീവ്. ഇവിടെ ഡ്യൂട്ടിയായി പരിഗണിക്കുന്ന ഒരേ ഒരു ലീവാണ് കാഷ്വൽ ലീവ്. ക്വസ്റ്റ്യൻ നമ്പർ 2. The year and month of a birth of an officer is known, but the date of birth is not known. The date of birth shall be taken as answer 15th of the month. ഈ കാലഘട്ടത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായി ചോദിക്കാറുണ്ട്. കാര്യം, ഒരു 30 വർഷത്തേക്ക് മുന്നേ സർവീസിൽ കയറുന്നവർക്ക് വർഷം അറിയാമായിരിക്കും, പിന്നെ മന്തും അറിയാമായിരിക്കും. എന്നാൽ യഥാർത്ഥ ഡേറ്റ് അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്കറിയാവുന്ന മാസത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. The limit of leave not due that may be granted to an officer during his entire service. Answer 360 days. Question number 4. If an officer is transferred to foreign service while on leave, the officer dash. Answer cease to be on leave from the date of such transfer. Question number 5. A recurring or non-recurring payment received by an officer from a source other than general revenue is called. Answer fee. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ശമ്പളമല്ലാതെ കൈപ്പറ്റുന്ന ആ ഫീസിനെ, അതിനെ പറയുന്ന റവന്യൂവിനെ, ജനറൽ റവന്യൂവിൽ നിന്നല്ലാതെ കൈപ്പറ്റുന്ന എമൗണ്ടിനെ, വരുമാനത്തെയാണ് പറയുന്നത് ഫീ എന്ന് പറയുന്നത്. നമ്മൾ ശമ്പളം വാങ്ങുന്ന ഫണ്ടിൻ്റെ പേരറിയാമല്ലോ, കൺസോളിഡേറ്റഡ് ഫണ്ട്. അപ്പോൾ ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലാതെ കിട്ടുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് ഫീ. ക്വസ്റ്റ്യൻ നമ്പർ 6. സ്പെഷ്യൽ പേ വിച്ച് വിൽ കൗണ്ട് ഫോർ പർപ്പസ് ഓഫ് ഫിക്സേഷൻ ഓഫ് പേ ഓൺ പ്രൊമോഷൻ ടു എ ഹയർ പോസ്റ്റ് ഈസ്. ആൻസർ special pay in lieu of higher time scale drawn continuously for 3 years. Question number 7. On recovery of excess payments made to an officer is recovered from the pension, the rate of recovery should not exceed. Answer 10% of the monthly pension. സർവീസിലിരിക്കെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട്, എക്സസ് ആയിട്ട് കൂടുതൽ ശമ്പളം പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ക്ലറിക്കൽ എറർ പറ്റി കൂടുതൽ എമൗണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് എത്രയായാലും പെൻഷൻ പറ്റിയതിന് ശേഷം അതിന് ഓർഡർ അനുസരിച്ച്
പിടിക്കേണ്ടി വരികയാണെങ്കിൽ അത് മന്ത്ലി പെൻഷൻ്റെ 10% കൂടാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8. ടൈം സ്കെയിൽ ആർ സെഡ് ടു ബി ഐഡന്റിക്കൽ വെൻ? ആൻസർ: മിനിമം, മാക്സിമം, പീരീഡ് ഓഫ് ഇൻക്രിമെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് ആർ ഐഡന്റിക്കൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും ഞാൻ എടുത്ത് നോക്കിയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈം സ്കെയിൽ എന്ന് വെച്ചാൽ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ടൈം സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ മിനിമവും അതിൻ്റെ മിനിമവും മാക്സിമവും പീരീഡ് ഓഫ് ഇൻക്രിമെൻറ്റും ആൻഡ് റേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഐഡൻറ്റിറ്റി, ഒരേപോലെ ഇരിക്കും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കാണാതെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഉറപ്പായിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 9. Which among the following shall be deducted from the subsistence allowance? അതിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ, സബ്സ്ക്രിപ്ഷൻ ടു GPF. ബി, എമൗണ്ട് ഡ്യൂ ടു കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. സി, എമൗണ്ട് ഡ്യൂ ടു കോർട്ട് അറ്റാച്ച്മെന്റ്. ഡി, റിക്കവറി ഓഫ് ലോസ് ടു ഗവൺമെന്റ്. ആൻസർ ബി, എമൗണ്ട് പെയ്ഡ് ടു കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടുന്ന എമൗണ്ട് ആണ്. അതാണ് സബ്സിസ്റ്റൻസ് അലവൻസ്. ആ സബ്സിസ്റ്റൻസ് അലവൻസിൽ നിർബന്ധമായും പിടിക്കുന്ന ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി സബ്സിസ്റ്റൻസ് അലവൻസ്. നിർബന്ധമായും പിടിക്കുന്ന ഒരു റിക്കവറിയാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റികളിലോ എടുത്തിട്ടുള്ള ലോണ് തിരിച്ച് അടവ്, അതിൻ്റെ തിരിച്ചടവാണ് പിടിക്കുന്നത്. GPF ഒന്നും പിടിക്കത്തില്ല. ഒന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാം, എഴുതി കൊടുക്കണം. എമൗണ്ട് പിന്നെ കോർട്ട് അറ്റാച്ച്മെൻറ്റിലും അതും പിടിക്കത്തില്ല. ടു ലോസ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും പിടിക്കില്ല. എന്നാൽ ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ തിരിച്ചടയ്ക്കുന്നതിനുള്ള തുക. Question number 10. The minimum DCRG payable to an employee who dies after completing 9 years of service. Answer: 12 times of emoluments last drawn. Question number 11. Calculate the DCRG admission to an officer erected on 30th April 2013. Qualifying service is 28 years. Last pay rupees 26,240. DA 53%. Answer: 5,62,058. DCRG കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് പേ എടുക്കുക, അതിനോടൊപ്പം DA ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ക്വാളിഫയിങ് സർവീസ് കൊണ്ട് ഗുണിക്കുകയും ആ ക്വാളിഫയിങ് സർവീസിൻ്റെ പിന്നെ അതിനെ 2 കൊണ്ട് ഭാഗിക്കുകയും ചെയ്യുക. ക്വാളിഫയിങ് സർവീസിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വേണം നമ്മുടെ ബേസിക് പേ പ്ലസ് DA കൂടി ചേർത്ത് എടുക്കേണ്ടത്. ഞാൻ ഈ ഫോർമുല ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബേസിക് പേ പ്ലസ് DA ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ഡിവൈഡഡ് ബൈ 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്, മനസ്സിൽ വച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. The daily allowance of an officer on tour provided free lodging only is. Answer: 2/3 DA. നമ്മൾ ടൂർ പോകുമ്പോൾ കിട്ടുന്ന DA ഡിയർനെസ് അലവൻസ് അല്ല, ഡെയിലി അലവൻസ് ആണ്. ഈ DAയും നമുക്ക് സാധാരണ കിട്ടുന്ന DAയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കല്. വളരെ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ടൂർ പോകുന്ന വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ടൂർ പോകുന്ന സമയത്ത് കൊടുക്കുന്ന TA ഉണ്ട്, DA ഉണ്ട് അല്ലേ? അപ്പോൾ ആ DA പറയുന്നത് ഡെയിലി അലവൻസ് എന്നാണ്. ഓർമ്മയിരിക്കണേ, നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നമുക്ക് കിട്ടുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. DA സാധാരണ നമ്മൾ DA കൂടി എന്നൊക്കെ പറയില്ലേ, അത് ഡിയർനെസ് അലവൻസും ജീവിക്കാൻ എന്ന് വെച്ചാൽ ജീവിത നിലവാരം അനുസരിച്ച് നമുക്ക് തരുന്ന പേ ആണത് ഡിയർനെസ് അലവൻസും. എന്നാൽ ഡെയിലി അലവൻസ് എന്ന് വെച്ചാൽ ഓരോ ദിവസവും കൊടുക്കുന്ന അലവൻസും. ക്വസ്റ്റ്യൻ നമ്പർ 13. When traveling in class first, hill tracks officers are entitled to draw an additional daily allowance of dash. Answer: 25% of DA. Question number 14. Maximum amount of DCRG. Answer: 14 lakhs. Question number 15. Maximum period of LWA that can be granted at a time is.
ആൻസർ 5 years എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് എ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. ആൻസർ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇത് മിക്കവാറും ചോദിക്കുന്നതാണ്, മിക്കവാറും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ആൻസർ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 17. മാക്സിമം ഡേയ്സ് ഓഫ് മെറ്റേണിറ്റി ലീവ്. ആൻസർ 180 days. Next question 18. The authority that can grant joining time beyond 45 days is. Answer government. ജോയിൻ ചെയ്യുന്ന സമയം 45 ദിവസത്തിൽ കൂടുതൽ ആവുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. GIS is introduced in government service in which year? Answer 1984. നിലവിൽ വന്നത് 1/9/1984 GIS. ഇത് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1984 വർഷം ഓർമ്മിച്ചിരിക്കുക, ആ തീയതി കൂടി ഓർമ്മിച്ചിരിക്കുക, ചിലപ്പോൾ തീയതിയും ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 20. An allowance granted to an officer on official tour to meet pocket expenses is called. Answer incidental expenses. Question number 21. Compensatory allowances are admissible along with the subsistence allowance for a period of dash days. 180 days. സബ്സിസ്റ്റൻസ് അലവൻസ് നൽകുന്ന വ്യക്തികൾക്ക് കോമ്പൻസറ്ററി അലവൻസ് 6 മാസത്തേക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 22. മാക്സിമം പീരീഡ് ഓഫ് ലീവ് അഡ്മിസിബിൾ ടു ഫീമെയിൽ ഓഫീസർ ഫോർ ഹിസ്റ്ററക്ടമി ഈസ് ഡാഷ്. ആൻസർ 45 days. ക്വസ്റ്റ്യൻ നമ്പർ 23. റീകാസ്റ്റിംഗ് ഓഫ് ഏൺഡ് ലീവ് ബൈ 1/11 for the first year of service is done after completing dash year of service. Answer 3 years of continuous service. Question number 24. The competent authority to withhold or withdraw pension is. Answer government. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പെൻഷനെ തടഞ്ഞു വയ്ക്കുന്നതിനോ അതിനെ വിഡ്രോ ചെയ്യുന്നതിനോ അധികാരം ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. Question number 25. Minimum pension allowed to an employee as per existing rule is. Answer 8,500. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ മിനിമം ശമ്പളം എന്ന് പറയുന്നത് 16,500 ആണ്. അതിൻ്റെ പകുതി അല്ല 8,500. അതായത് 8,250 വരുന്നതിനെ അവർ അതിനെ റൗണ്ട് ചെയ്ത് 8,500 ആക്കിയതാണ്. എന്നാൽ ഏറ്റവും കൂടിയ ശമ്പളം 1,20,000 ആണ്. അതിൻ്റെ പകുതിയാണ് ഏറ്റവും കൂടിയ പെൻഷൻ. ഓർമ്മയിരിക്കണം, എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻ ഈ ഏറ്റവും ഉയർന്ന ശമ്പളവും ഏറ്റവും താഴ്ന്ന ശമ്പളവും പിന്നെ ഏറ്റവും ഉയർന്ന പെൻഷനും ഒക്കെ ഇതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 26. The authority is competent to accept resignation of a government servant. Answer appointing authority. സർവീസിൽ കയറുന്ന ഒരു വ്യക്തി റിസൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ആരാണോ നിയമിച്ചത് അവർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 27. സബ്സിസ്റ്റൻസ് അലവൻസ് ഗ്രാൻഡഡ് ടു എ സസ്പെൻഡഡ് ഓഫീസർ വിച്ച് ഈസ് ഈക്വൽ ടു. ആൻസർ ഹാഫ് പേ ലീവ് സാലറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 28. ദ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ ഈസ് 30% ഓഫ് ദി ലാസ്റ്റ് പേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിൽ വച്ചിരിക്കുക. 30% അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ 30% ഫാമിലി പെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഓഡിറ്റ് ഓഫീസർ മീൻസ്. ആൻസർ അക്കൗണ്ടന്റ് ജനറൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. കമ്മ്യൂട്ടഡ് ലീവ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ. ആൻസർ ഹാവിംഗ് 3 years സർവീസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് 3 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. Question number 31. Maximum period of leave not due can be granted at a time. Answer 90 days. Question number 32. Disability leave is a dash leave. Answer special leave. Question number 33. A lower division clerk joined in a department on 1st July is eligible for casual leave in that year. Answer description of sanctioning authority. ഒരു വ്യക്തി ജൂലൈയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 20 ലീവും കിട്ടില്ല. പക്ഷേ 20 ലീവും കൊടുക്കാം. ആർക്കാണ്? ആരാണോ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സാങ്ഷൻ ചെയ്യുന്നത്,
ലീവ് സാങ്ഷൻ ചെയ്യുന്ന ആ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാം. 20 കൊടുക്കണോ, 10 കൊടുക്കണോ, 5 കൊടുക്കണോ എന്നൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 34. During joining time, an officer is not entitled to draw. Answer: conveyance allowance. Question number 35. Who is authorized to give permission to a head of department for giving talks over All India Radio? Answer: secretary concerned. ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ നമ്മൾ പ്രഭാഷണം നടത്തണമെങ്കിൽ നമ്മുടെ കൺസേൺഡ് സെക്രട്ടറിയുടെ പെർമിഷൻ വാങ്ങിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 36. No medical certificate is necessary for grant of leave in continuation of maternity leave not exceeding. Answer: 60 days. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെറ്റേണിറ്റി ലീവ് എടുത്തിരിക്കുന്നു, അതിനോടൊപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 60 ദിവസം കൂടി നമുക്ക് ലീവ് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 37. For the purpose of calculating traveling allowance, the officer are classified into dash. ആൻസർ: 4 grade. 4 ഗ്രേഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രാവലിംഗ് അലവൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 ഗ്രേഡായിട്ട് ഓഫീസർമാരെ തിരിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 38. മാക്സിമം പീരീഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ്, ദാറ്റ് ഈസ് LWA, for taking up employment abroad can be granted. Answer: 20 years. Question number 39. Overtime allowance is classified as. Answer: honorarium. Question number 40. Hill track allowance is classified as. Answer: compensatory allowance. Question number 41. Conveyance allowance can be drawn during. Answer: absent from headquarters. Question number 42. Family for the purpose of TA do not include. ആൻസർ: ഡിപ്പെൻഡൻറ്റ് ഫാദർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ TA പർപ്പസിന് വേണ്ടി നമ്മൾ ബന്ധുക്കളെ പരിഗണിക്കുമ്പോൾ അച്ഛൻ നമ്മുടെ ചെലവിലാണ് കഴിയുന്നതെങ്കിലും അല്ലെങ്കിൽ അമ്മ നമ്മുടെ ചെലവിലാണ് കഴിയുന്നതെങ്കിലും അവർക്ക് TA അനുവദിക്കില്ല, മക്കൾക്കും ഭാര്യയ്ക്കും മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇഫ് ആൻ ഓഫീസർ ഡൈസ് വൈൽ ഇൻ സർവീസ്, members of his family should perform journey to his home within dash. Answer: 3 months. Question number 44. Who is authorized to sanction compassionate allowance to the employee who was dismissed? Answer: dismissal authority. Question number 45. Service book of an employee who has resigned shall be retained by the head of office for a period of dash. Answer: 5 years. Question number 46. Minimum service required for sanctioning superannuation pension to an employee is. Answer: 10 years. Question number 47. Government may require an employee to retire in public interest after completing a qualifying service of dash. Answer: 30 years. Question number 48. An officer can submit commutation application without medical examination within. Answer: 1 year from the date of retirement. റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ കമ്മ്യൂട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് 1 വർഷത്തിനകം കൊടുത്തില്ലെങ്കിൽ പിന്നീട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 49. പെൻഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ആൻസർ: അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്: കമ്മ്യൂട്ടേഷൻ എമൗണ്ട്, പെൻഷൻ, DCRG, ഗ്രാറ്റുവിറ്റി. ആൻസർ: കമ്മ്യൂട്ടേഷൻ എമൗണ്ട്. മറ്റുള്ള എല്ലാം പെൻഷന് പരിഗണിക്കും, എന്നാൽ കമ്മ്യൂട്ട് ചെയ്ത എമൗണ്ട് പെൻഷൻ തുക അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 50. The service book of the employees who retire from service shall be retained by the head of office for. Answer: 25 years. ഒരു വ്യക്തി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താലും അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് 25 വർഷത്തോളം സൂക്ഷിക്കണം.